ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മുടെ ചാപ്റ്റർ 3 ആയിട്ടുള്ള സാമ്പിളിങ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. അതായത് ചാപ്റ്റർ 3ൽ ഈ 3 ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് സാമ്പിളിംഗ് ആണ്. ഇതിൽ ലാസ്റ്റ് റിഗ്രഷൻ്റെ അവിടേക്ക് വരുമ്പോൾ മാത്രമാണ്, കോറിലേഷൻ വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് തിയറിയാണ്. അതുകൊണ്ട് ഈ തിയറി നന്നായി പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ സാമ്പിളിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റുകളൊന്ന് നോട്ട് ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും ഒരു റിയൽ ലൈഫ് പ്രോബ്ലംസ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ്, അതായത് ദ പോപ്പുലേഷൻ ക്യാൻ ബി വെരി ലാർജ്, മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു കളക്ട് എവറി ഫീച്ചർ ഓഫ് ഈച്ച് കേസ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ പറഞ്ഞാൽ ജനസംഖ്യയാണ്, പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പം അതിന് വേണ്ടി എടുക്കുന്ന ആ ഒരു എത്ര ആളുകളിലൂടെയാണ് നമ്മുടെ സ്റ്റഡി പോകുന്നതെങ്കിൽ അതാണ് ആ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഇതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റഡ് യൂസിങ് ദ എൻറ്റയർ പോപ്പുലേഷൻ ആർ കോൾഡ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ സെൻസസ് എടുക്കുന്നു, ഓരോ വീട്ടിലും കയറി ഇറങ്ങിയ ഓരോ ആളുകളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ അതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റഡിക്ക് വേണ്ടി ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസ് ദ മ്യൂ എന്നുള്ളതുകൊണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിമ്പിൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി ഒരു എൻറ്റയർ യൂണിവേഴ്സിനെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റഡ് ഫ്രം സാമ്പിൾ ആർ കോൾഡ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി ഈ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് ഇതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിലൂടെ ആണെങ്കിൽ അതിനെയാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഡിനോട്ടഡ് യൂസിങ് ദ സിമ്പിൾ എക്സ് ബാർ. അതായത് മീനിന് വേണ്ടി നമ്മൾ കാണിക്കുന്നത് എക്സ് ബാർ എന്നും എസ് ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എന്താണെന്ന് വിചാരിക്കണോ? എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ. അപ്പോൾ നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി 100 ആളുകളെയാണ് എടുക്കേണ്ടതെങ്കിൽ ആ 100ഉം അതുമായി റിലേറ്റ് ചെയ്ത് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത് പോപ്പുലേഷനാണ്. പക്ഷേ ആ 100ൽ നിന്ന് നമ്മൾ റാൻഡമായി സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 50 പേരെ, അതായത് വേറെ ഒന്നും നോക്കാതെ അതിൽ നിന്ന് ഒരു 50 പേരെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ അതെന്തായി, സാമ്പിൾ കളക്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് എന്ന് പറയുന്നത്, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശരീരത്തിലെ രക്തം മുഴുവൻ ഊറ്റിയെടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ? ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ പലതും നിർണ്ണയിക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാന്നല്ലേ പറയുന്നത്. അല്ലാതെ എൻറ്റയർ ആയിട്ട് ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ലല്ലോ. പക്ഷെ ആ സാമ്പിളിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഹോൾ ബോഡിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബ്ലഡിൻ്റെ എല്ലാ എന്താ പറയുക ഫീച്ചേഴ്സും ഉള്ളത് തന്നെയാണ് ആ 2 കണിക നമ്മൾ എടുത്തു കഴിഞ്ഞാലും. ഇപ്പം നമ്മൾ 2 3 ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആ ബ്ലഡിലെല്ലാം നമ്മുടെ ഹോൾ ബോഡിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു 2 3 തുള്ളിയിലും ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷനും സാമ്പിളും എന്താണെന്ന് മനസ്സിലായില്ലേ? പോപ്പുലേഷൻ പറയുമ്പോൾ എൻറ്റയറായി എടുക്കുന്നത്. അപ്പോൾ സെൻസസ് മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ വീടുകളിലുള്ള എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് കളയുന്നത് പോപ്പുലേഷൻ. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല മാത്രം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അങ്ങനെ ഏതെങ്കിലും ഒന്ന് കുറച്ച് മാത്രം എടുത്ത് ചെയ്യുമ്പോൾ അത് സാമ്പിളായിട്ടാണ് പരിഗണിക്കുന്നത്. സാമ്പിളിൽ വരുന്ന പാരാമീറ്റർ കണക്കാക്കുന്ന എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ, അതിനെ പി വിച്ച് പ്രൊപ്പോർഷൻ കേസസ് ഇൻ ദ ഡാറ്റ ബിലോങ്ങിങ് ടു എ സ്പെസിഫിക് കാറ്റഗറി. ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറീനെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ അസ്യൂം ദാറ്റ് എ ബാങ്ക് ക്ലാസിഫൈസ് ഇസ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദ റിസ്ക് കാറ്റഗറീസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ കേസ് എടുക്കുക, ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിൽ റിസ്ക് കാറ്റഗറി ഏതൊക്കെയാണ്? അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും? അത് ലോ റിസ്ക് ഉണ്ടാവും, മീഡിയം റിസ്ക് ഉണ്ടാവും, ഹൈ റിസ്ക് ഒക്കെ ഉണ്ടാവും. വി വുഡ് ലൈക്ക് ടു നോ വാട്ട് പ്രപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ബിലോങ് ടു കാറ്റഗറീസ്. അപ്പോൾ നമുക്ക് അറിയണം ഇങ്ങനെ 3ആയി തരംതിരിച്ചതിൽ ആ ടോട്ടൽ കസ്റ്റമർ ഇതിൽ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത്. അവരെ കാറ്റഗറൈസ് ചെയ്യണം 1 2 3 വിച്ച് ആർ ഡിനോട്ടഡ് ബൈ P1 P2 ആൻഡ് P3 എന്ന് പറഞ്ഞിട്ടാണ് ആ പോപ്പുലേഷൻ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ അത്ര മാത്രം ഒരു കാര്യങ്ങൾ മിനിമം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എവിടേക്ക് വന്നു? ഇപ്പം സാമ്പിളിങ്ങിലേക്ക് വന്നു. ഓക്കെ,
അപ്പോൾ സാമ്പിളിംഗ് എന്താണ്, വാട്ട് ഇസ് സാമ്പിളിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മാർക്സിൽ ചോദിച്ചാൽ എഴുതേണ്ട പോയിൻ്റാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. റിസർച്ച് മെത്തഡോളജിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുത, ആശയം തന്നെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ items or observation from a larger group called the population. ലാർജർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം, പോപ്പുലേഷൻ എന്ന് പറയാം. ആ ലാർജർ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാസ് ആണ് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പറയുമ്പം എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മൊത്തം എന്താണ്, പോപ്പുലേഷനാണ്. പക്ഷേ ആ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൽ നിന്ന് നമ്മളൊരു 20 പേരെ മാത്രം സെലക്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സബ്സെറ്റ്. അത് ഒരു സബ്സെറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഐറ്റംസ് ആയിക്കോട്ടെ, ഒബ്സർവേഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു ലാർജർ ഗ്രൂപ്പിൽ കിടക്കുന്നതായിരിക്കും. ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കുറച്ചിടത്തിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സാമ്പിളിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? നമ്മൾ ഇതിനെ ഈ കുറച്ച് പേരെ മാത്രം എടുക്കുന്നത് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ വിതൗട്ട് ഹാവിങ് ടു കളക്ട് ഡാറ്റ ഫ്രം എവറി ഇൻഡിവിജ്വൽ ഇൻ ഇറ്റ്. അതായത് ഇപ്പോൾ 100 പേരെയാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര, 100. ആ 100 പേരിൽ നിന്ന് നമ്മളൊരു 50 പേരെ മാത്രം സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്താ നമ്മൾ പറയുക, 50 പേര് സാമ്പിൾ എടുത്തു എന്നാണ് പറയുന്നത്. ആ സാമ്പിൾ എടുക്കുന്നതിൻ്റെ പ്രത്യേകത, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്? നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും കിട്ടുന്ന ഡാറ്റ എടുക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും, ചിലവുണ്ടാവും, അത് പ്രാക്ടിക്കലും ആവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാനാണ് ആ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് ആ മൊത്തം പോപ്പുലേഷൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന കുറച്ചെണ്ണത്തിനെ മാത്രം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അവരെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് കൺക്ലൂഷനിൽ എത്തണം. പക്ഷേ എല്ലാവരെയും പോയി സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വിതൗട്ട് ഹാവിങ് ടു കളക്ട് ഡാറ്റ ഫ്രം എവറി ഇൻഡിവിജ്വൽ. ഇപ്പോൾ നമുക്ക് 1000 പേര് അല്ലെങ്കിൽ 1,00,000 പേര് എന്ന് പറയുമ്പോൾ ആ 1,00,000 പേരെയും നമുക്ക് പോയിട്ട് ഇൻഡിവിജ്വലി എടുക്കുക എന്ന് പറയുമ്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആ ഒരു 10,000 പേരോ 1000 പേരോ എടുക്കുമ്പോൾ എന്താണ്, അവർക്ക് ഈ ഒരു മൊത്തം പോപ്പുലേഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുകയും ഈ കുറച്ച് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടത് സാമ്പിളിംഗ് ഇതാണ്. ഇനി ഇതിൻ്റെ കീ കൺസെപ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് സാമ്പിളിങ്ങിൽ. അപ്പോൾ സാമ്പിളിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ 6 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് എന്നും ആ സാമ്പിളിങ്ങിൽ വരുന്ന ഏറ്റവും കീ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താ, അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് പോപ്പുലേഷൻ. എന്തിനാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിക്കുക, എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ഉൾക്കൊള്ളിക്കുക, ആ ഷെയർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക, അബൌട്ട് വിച്ച് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഓൾ റെസിഡൻസ് ഓഫ് എ സിറ്റി. ഒരു സിറ്റിയിൽ താമസിക്കുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം. ഓൾ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഇപ്പോൾ ഒരു സ്കൂളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ആ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഓരോ ആളുകളെയും നമ്മൾ പോയി കണ്ടുകൊണ്ട് വിവരങ്ങൾ എടുക്കുകയാണ് വെച്ചാൽ അതിനെയാണ് ആ മൊത്തം എൻറ്റയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ എൻറ്റയർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനെ എടുക്കുകയാണ് വെച്ചാൽ അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓൾ മാനുഫാക്ചർഡ് യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ മാനുഫാക്ചർഡ് യൂണിറ്റിലും പോവുക, അതൊക്കെ പറയുമ്പോൾ അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് സാമ്പിൾ. ഈ സ്മോളർ ഗ്രൂപ്പ് സെലക്റ്റഡ് ഫ്രം ദ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു സ്മോളർ ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻഡഡ് ടു റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ. പക്ഷേ ഈ സാമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 1000 പേരുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു 500 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 500 പേർക്കും ഈ 1000 പേരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് 500 വോട്ടേഴ്സ് സെലക്ടഡ് ഫ്രം എ സിറ്റി ഓഫ് 10,000 ടു എസ്റ്റിമേറ്റ് ഇലക്ഷൻ ഔട്ട്കംസ്. ഇലക്ഷൻ
വരുന്ന സമയത്ത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ എക്സിറ്റ് പോളുകൾ കൊണ്ടുവരുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ്. കാരണം നമുക്ക് വോട്ട് ചെയ്ത എല്ലാവരോടും ചോദിച്ചിട്ട് ആര് ജയിക്കുന്നുള്ളത് അറിയാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, അത്രയും ആളുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ആളുകളോട് മാത്രം ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു ഇലക്ഷൻ കൺക്ലൂഷനിലേക്കൊക്കെ എത്താറുള്ളത് അല്ലേ. അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലിസ്റ്റ് ഓഫ് ഡാറ്റ ബേസ് ഫ്രം വിച്ച് എ സാമ്പിൾ ഈസ് ഡ്രോൺ. എവിടെ നിന്നാണോ നമ്മൾ ഈ സാമ്പിൾ കളക്ട് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ആക്ച്വൽ ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ബേസ്, അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ലിസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഇൻ എ സിറ്റി. ഒരു സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ്, അതിനാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുക. ഓക്കെ, ആ സാമ്പിളിംഗ് ഫ്രെയിമിൽ എത്ര പേരുണ്ടോ അവരെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുക. ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു 50-100 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ സാമ്പിൾ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു സാമ്പിളിംഗ് ഫ്രെയിം, അതിൽ വരുന്ന ടോട്ടൽ ആളുകളുടെ എണ്ണം പോപ്പുലേഷൻ, അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുമ്പോൾ അത് സാമ്പിൾ. ഇനി വരുന്നത് സാമ്പിളിംഗ് എറർ ആണ്. സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പം the natural discrepancy or variation that arises between the sample statistics such as sample mean and the actual population parameter, the population mean. Sampling error is inherent to sampling, can be minimized but not eliminated. ഇനി സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ 100 പേരെയാണ് ശരിക്കും ഒരു സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 100ആണ് നമ്മുടെ പോപ്പുലേഷൻ. ആ 100ൽ നിന്ന് വീണ്ടും നമ്മൾ അത്രയും പറ്റാത്തതുകൊണ്ട് 50 പേരെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ സാമ്പിൾ ആയി അത്. ഇനി 100 പേരെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അതായത് സാമ്പിൾ മീൻ ഉണ്ടായിരിക്കും. 50 പേരെ, അതിൽ നിന്ന് 50 പേരെ മാത്രം സെലക്ട് ചെയ്യുമ്പം നമുക്ക് അതിന് മാത്രം കിട്ടുന്ന ഒരു സാമ്പിളിംഗ് പോപ്പുലേഷൻ മീനും അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 100 പേരുടെ എടുക്കുന്ന മീനും 50 പേരെടുക്കുന്ന ഒരു മീനും എന്തായാലും കുറച്ചൊക്കെ ഒരു വേരിയേഷൻ, ഒരു ഡിഫറൻസ്, ഒരു ഡിസ്ക്രിപ്പൻസി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാനും സാമ്പിൾ എടുത്തുകൊണ്ട് മാത്രം നമുക്കിത് പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് പക്ഷേ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാമ്പിളിംഗ് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സാമ്പിളിംഗ് എററും ഉണ്ടാവും. എന്തുകൊണ്ട് എറർ ഉണ്ടാവണോ, 100 ഇൻഡിവിജ്വൽ നേരിട്ട് കണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന വിവരങ്ങളും അതിൽ നിന്ന് 50 പേരെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്ന വിവരങ്ങളും തമ്മിൽ എന്തായാലും ഒരു വേരിയേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇതിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അടുത്തത് റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്നാണ് പറയുന്നത്. എ കീ ഗോൾ ഇൻ സാമ്പിളിംഗ് ഈസ് ടു എൻഷുർ ദാറ്റ് സാമ്പിൾ ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം പോപ്പുലേഷൻ്റെ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയിട്ടുള്ള കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ കുറച്ച് പേരിൽ ഈ എൻറ്റയർ പോപ്പുലേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ വെൽ ചോസൺ സാമ്പിൾസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റുക, നമ്മുടെ എറേഴ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. മിനിമൈസസ് ദ ബയാസസ് ആൻഡ് അലൗസ് ഫോർ മോർ ആക്യുറേറ്റ് ഇൻഫറൻസസ്. നമുക്കൊരു കാര്യത്തിൽ നിന്ന് കറക്റ്റായിട്ടൊരു ഇൻഫറൻസ് ആണ് വേണ്ടതെങ്കിൽ, അതിൻ്റെ ഒരു പരിശോധനാ ഫലമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മളെപ്പോഴും സാമ്പിൾ സെലക്ട് ചെയ്യുമ്പം ആ ഒരു പോപ്പുലേഷൻ എന്താണോ അതിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു ആക്യുറസി കിട്ടുമോ അത്രയും ആക്യുറസി കിട്ടാൻ പറ്റുന്ന സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കീ കോൺസെപ്റ്റ്. പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ആ സ്കൂളാണ് സാമ്പിളിംഗ് ഫ്രെയിം. അതിൽ 500 കുട്ടികളാണ് പഠിക്കുന്നതെങ്കിൽ ആ 500ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ 500 പേരിൽ നമ്മൾ 250 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 500 കുട്ടികളുടെ നമ്മൾ കളക്ട് ചെയ്ത സമയത്ത് കിട്ടുന്ന ഒരു മീനും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾസ്, അതായത് അതിൽ കുറച്ച് പേരെ മാത്രം എടുക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന മീനും തീർച്ചയായിട്ടും ഡിഫറൻസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എററിനെ ഒരിക്കലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെടുക്കുന്ന പോപ്പുലേഷനിൽ എന്താണോ ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സാമ്പിൾസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്യുറസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വളരെ ചെറിയൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിളിങ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സാമ്പിളിങ്. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചോളാം. ഈ കോൺസെപ്റ്റും സാമ്പിളിങ്ങുമായി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു 3 മാർക്സിന് സെപ്പറേറ്റും ചോദിക്കാം,
അല്ലെങ്കിൽ അത് 3 മാർക്സിന് മാത്രമായിട്ട് കീ കോൺസെപ്റ്റ് എന്താ ചോദിക്കാം. ഇനി ഇതിൽ ഒരു 6 പോയിന്റ് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ 5 പോയിന്റ് വരുന്നതുകൊണ്ട് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടും ഇത് ചോദ്യം വരാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.